ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മേലെ മെഷീനൊക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ തയ്ക്കാൻ വേണ്ടി മേലെ കയറി വന്നതാണ് കേട്ടോ. ആദ്യം ഒരു ദിവസം ചിലപ്പോൾ 2 ദിവസമൊക്കെ ആവും ഞാൻ മേലെ കയറാനായിട്ട് കേട്ടോ. എപ്പോഴും കയറി വരാൻ മടിയായതുകൊണ്ട് ഞാൻ മടിയെന്നല്ല, കാലുവേദനയൊക്കെ ആകുമ്പോൾ അങ്ങനെ കയറൂല. ഒന്നരാടെ അടിച്ച് തുടക്കുന്നതുകൊണ്ട് ഞാനങ്ങനെ കയറലില്ല കേട്ടോ. അപ്പം മെഷീന് ഇട്ടുകൊടുത്ത് താഴെ വെളിച്ചം കുറച്ച് കമ്മിയായിരുന്നു, മേലെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കയറൽ നിർബന്ധമായിട്ടോ. എന്നാൽ പിന്നെ 2-3 ബ്ലൗസ് സ്റ്റിച്ചിങ്ങും ചെയ്യാനുണ്ട്. അപ്പോൾ അതും ചെയ്യാൻ, അടിച്ചു വാരും ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ കയറി വന്നതാണ്. ഇപ്പം എന്തായാലും ഒരു ദിവസം മേലേക്ക് കയറി വരൽ നിർബന്ധമായിട്ടോ, മെഷീൻ ഇവിടെ ഇട്ടതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ അവിടെ ജനലിൻ്റെ അടുത്ത് തന്നെ ഇരുന്നുകൊണ്ട് വെളിച്ചവും കിട്ടും. പിന്നെ ചൂടെടുക്കുകയാണെങ്കിൽ ജനൽ തുറന്നിട്ടാൽ കുറച്ച് കാറ്റൊക്കെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്ലൗസ് എമ്മിങ് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് ഈ ബ്ലൗസ് കൊണ്ടുവന്നിട്ട്. നമ്മൾ ദോഷാലൊന്നും കൊണ്ടുവന്നതാണ് തയ്ക്കാനായിട്ട്. അപ്പോൾ ഓരോരോ ബ്ലൗസ് ഓരോ ദിവസം അങ്ങനെ തയ്ച്ച് ഓരോരോ പണികളും, ഇപ്പോൾ അരി പൊടിക്കലും ഗോതമ്പ് പൊടിക്കലും മുളകും മല്ലിയും എല്ലാം കഴുകി ഉണക്കലും, അതിൻ്റെ ഇടയിൽ കൂടെ ഇതൊക്കെ അങ്ങനെ ആകുമ്പോൾ വീട്ടിലത്തെ പണികളൊക്കെ ആകുമ്പോൾ സമയം കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എമ്മിങ് ചെയ്യാൻ തന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ അയൽവാസി കുറച്ച് മൈലാഞ്ചി കാച്ചിയത് തന്നിരുന്നു കേട്ടോ. അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ കൂടെ സമയമില്ലെങ്കിൽ അതൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ അങ്ങനത്തെ കാര്യങ്ങളും വേണമല്ലോ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുക. അപ്പോൾ അതുകൊണ്ട് മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം മോളെ കണ്ടപ്പോൾ പിന്നെ അവൾ മൈലാഞ്ചി ഇട്ടുമോ ചോദിച്ചിട്ട് തന്നതാണേ. അപ്പോൾ ഓള് മൈലാഞ്ചി ഇട്ടതൊന്നുമില്ല, സ്കൂളിൽ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ തോന ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഇട്ടതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ തയ്ക്കാനൊന്നും തുണി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളെ കാക്കാൻ്റെ മോന് ഇവിടെ പിന്നെ തുണി ഷോപ്പൊക്കെ ഇട്ടിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ജെൻസിൻ്റെ മാത്രമുള്ളൂ തയ്ക്കുന്നത്. അപ്പോൾ ലേഡീസിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ചോദിച്ച് വരുന്നുണ്ട്. അപ്പോൾ അമ്മക്ക് കൊടുത്തയക്കട്ടെ, അവരിങ്ങോട്ട് പറഞ്ഞയക്കട്ടെ എന്നൊക്കെ ചോദിച്ചു കേട്ടോ തുണികൾ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റൂല, എനിക്ക് വേണ്ട, എന്തായാലും ഇപ്പോൾ ഈ കിട്ടുന്നതൊക്കെ മതി, എനിക്ക് തയ്ക്കാൻ നേരം കിട്ടില്ല. പിന്നെ അവർ പറയുന്ന ടൈമിൽ നമുക്ക് കൊടുക്കാനും പറ്റിയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ വേണ്ടാന്ന്. ഒന്നാമത് നമ്മൾ ആരോഗ്യ പ്രശ്നം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പോലെയൊന്നും അല്ല, എന്തെങ്കിലും ഒരു പണിയെടുത്ത് കഴിഞ്ഞാൽ അപ്പം ഉറക്കം തൂങ്ങുക, അത് തന്നെയാണ് സ്ഥിരം പരിപാടി. ഇപ്പം തന്നെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 11 മണി ഒക്കെ ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യായിരുന്നപ്പോൾ തന്നെ ഉറക്കം തൂങ്ങൽ തുടങ്ങി കേട്ടോ. ഒന്നാമത് ഷുഗറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാവുന്നുണ്ട് തോന്നുന്നുണ്ട്, അതാണ് തോന്നുന്നത് ഇങ്ങനെ ഉറക്കം തൂങ്ങുന്നത് കേട്ടോ. പിന്നെ ബി പി നോർമലായിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഷുഗറിന് പ്രശ്നം തോന്നുന്നു. പിന്നെ ഞാൻ പോയി ഒന്ന് നല്ല മുഖമൊക്കെ ഒന്ന് കഴുകി, അത് സ്റ്റിച്ച് ചെയ്യാതിരിക്കാനും പറ്റില്ല, നോമ്പാകുമ്പോഴേക്കിന് കൊടുത്തു വിടണം. നോമ്പായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നൈറ്റി തുണിയും കാര്യങ്ങളൊക്കെ ഇറക്കണം. അപ്പോൾ അത് തയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് ബ്ലൗസ് തയ്ച്ച് കൊടുത്താലല്ലേ അപ്പോൾ അതിന് ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബ്ലൗസിൻ്റെ പണിയൊക്കെ ഇനി തീർക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെയിൽ കാരണമായതുകൊണ്ട് അകത്തൊക്കെ മേലെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മേലെ ഉണ്ടായിരുന്ന കർട്ടനൊക്കെ അഴിച്ചെടുത്ത കാരണമാണ് ഇപ്പോൾ പൊടി വല്ലാതെ ഉള്ളിലേക്ക് കയറുന്നത്. അതുകൊണ്ട് പിന്നെ എപ്പോഴും അടിച്ചു കയറി തുടക്കണം നിർബന്ധമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മേലത്തെ കർട്ടന് അപ്പോൾ നമ്മൾ ഈ കർട്ടനാണ് കേട്ടോ ഇവിടുന്ന് ഊരിയത്. അപ്പം ഇവിടെ കുറച്ച് താഴത്ത് കൊണ്ടുവന്നിട്ടപ്പോൾ വീതി കമ്മിയായതുകൊണ്ട് അവിടെ ഒരു ഡോറിൻ്റെ വലുപ്പത്തിലുള്ള ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴെ വെയിൽ വരാൻ കുറച്ച് സമയമാവും കേട്ടോ. കമ്പിളിയൊക്കെ ഉണക്കണമെങ്കിൽ ഉച്ചയാവും വെയിൽ വരാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ കർട്ടൻ അയച്ചതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയൊക്കെ നല്ല പൊടിയാണ്, അപ്പോൾ ഞാൻ അതടിക്കാൻ വേണ്ടി വന്നതാണ് ഇങ്ങോട്ട്. അപ്പോൾ ഈ കർട്ടൻ്റെ പിന്നെ മാറ്റ് വെച്ചിട്ട് ഓരോ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഈ അലക്കുന്ന തുണി ഇടുന്ന അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒക്കെ ഒന്ന് തുന്നിയൊക്കെ ചെയ്തൊക്കെ നോക്കിയിട്ടോ. പക്ഷെ എങ്ങനെ ഒരു ഐഡിയ അങ്ങോട്ട് വരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇട്ടിട്ടുണ്ട്, കുറേ ഉണ്ട്, 2-3 കർട്ടനോളം ഉണ്ട് അയച്ചിട്ടത് കിടക്കുന്നു കേട്ടോ.
അപ്പോൾ ഈ കർട്ടൻ കൈ കിട്ടുന്നതിന് മുന്നേ ഒരുപാട് ഐഡിയകളും ഒക്കെ മനസ്സിലൊക്കെ തോന്നിയിരുന്നു കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും അറിയുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുന്നവർക്ക് എന്തെങ്കിലും ഐഡിയ കാര്യങ്ങളുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പറഞ്ഞു തരണേ.